ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അന്നെ പിടിക്കാനാണ് മോനെ ഞാൻ ഇത്ര നേരം കാത്തുന്നത്. അഞ്ചേ എല്ലാണ്ട് വളവ് കളിക്കില്ലേ കേട്ടോ, എല്ലാണ്ട് വളവ് കളിക്കില്ല. ഹെൽമെറ്റൂര് ആളാരുന്നറുണ്ടല്ലോ. ഹെൽമെറ്റൂര് ആ മുഖം കാണട്ടെ. ഞാൻ എന്താണ് എടാ പരനാറ് ശശിയെ, അന്നെ തപ്പി നടക്കാൻ കൊണ്ട് ദിവസം കുറേ. ഞാൻ എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞാ പോരെയോ? ഞങ്ങളെ വീട്ടിലെ വരികയല്ലോ. അന്നേരം വെറുതെ കണ്ടിട്ട് കാര്യമില്ല, തൊണ്ടിയോടെ എനിക്ക് പിടിക്കണായിരുന്നു. ഏത് തെണ്ടിന്റെ കാര്യങ്ങൾ പറയുന്നത്? തെണ്ടിത്തരം അതാ എന്നോട് ചെയ്തത്. ഞാനെന്ത് തെണ്ടിത്തരങ്ങളോട് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ലല്ലേ? എന്തായത്? അന്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുള്ള പറമ്പാണ്. എന്താ പറഞ്ഞേ? അന്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുള്ള എന്താ പ്രശ്നം? അന്റെ വീട്ടിലെ മിണ്ടരുത്, നിങ്ങൾ മിണ്ടി പോരുത് ബാബട്ടാ. എന്താ സംസാരിക്കരുത് ബാബട്ടാ? എന്താ പ്രശ്നം പറയും? അന്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് ബാബട്ടാ നിങ്ങളോട് സംസാരിക്കരുത്. ഈ കുറെ നേരം മിണ്ടരുത് പറഞ്ഞു. എനിക്ക് കാര്യം പറയണ്ടേ? എന്താ ബാബട്ടാ നിങ്ങൾ എന്തിനെ പറ്റി പറയണേ? അന്റെ വീട്ടിലെ മറ്റേ വേച്ചിൽ കൊണ്ടുള്ള സ്ഥലമല്ല ഇത്, എന്റെ പറമ്പ്. ഇത് എന്റെ വീട്ടിലെ വേസ്റ്റ് അല്ല ബാബട്ടാ. ഇതെന്താ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി ഇത് കുറെ ദിവസമായി തുടങ്ങിയിട്ട് എനിക്കറിയാം. പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അടിയോടില്ലേ? അടിയോടി അപ്പുറത്തുള്ള അടിയോടി 3 കല്യാണം കഴിച്ച അടിയോടി. ഇങ്ങനെ നടക്കണേ. മൂപ്പരെ വീട്ടിലെ വേസ്റ്റ് ആണിത്. അത് ശരി. അപ്പൊ എന്റെ വീട്ടിലെ മാത്രല്ല, കണ്ടവന്റെ വീട്ടിലെ വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ടില്ല. നിങ്ങളൊരു പണി ചെയ്തോളി. നിങ്ങളെ വീട്ടിലെ കുറച്ച് വേസ്റ്റ് ഞാൻ മൂപ്പരെ വീട്ടിൽ കൊണ്ടിട്ടോളാം. അത് ശരി. ഞാനിപ്പോ എന്റെ വീട്ടിലെ വേസ്റ്റ് ചുമന്നോണ്ട് വരാം. ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റെത്രയാണോ ഇതൊക്കെ? പൊതുസേവനം. പൊതുസേവനം ഇന്നത്തോടെ നടത്തുകയാണ്. കൈയോടെ പോലീസിനെ പിടിച്ചിട്ട് ഒരു പറഞ്ഞേക്കലും ഇല്ല. ഒരു പറഞ്ഞേക്ക എന്നെ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കിയുള്ള എന്തൊരു നാറ്റം ഇത്. അതാരാണത്? അവട്ടാ ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ ഞാൻ മാത്രല്ല വേസ്റ്റ് കൊണ്ടിരുന്നത്, വേറെ ആരൊക്കെയോ വേസ്റ്റ് കൊണ്ടിട്ടുണ്ട് ഇവിടെ. ആരാണ് റോഡിൽ? ആരുടെ റോഡിൽ വേസ്റ്റ് കൊണ്ടിരുന്നത്? ഇറങ്ങി വാടാ ബാബട്ട. കുത്തി കൊണ്ടെടുക്കും സെൻട്രൽ ബാബാട്ടിന് പുത്തിരി മിണ്ടണ്ട. ഇറങ്ങി വേണം അങ്ങോട്ട്. ഇറങ്ങി വരാ. മറ്റൊക്കെ തമാശ അറിഞ്ഞ എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് മഹാബലി. അതൊരു തെലുങ്ക് സിനിമയല്ലേ? അത് ബാഹുബലി, ഞാൻ മഹാബലി എന്ന് പറഞ്ഞാലാരാ? പണ്ട് ഈ നാട് ഭരിച്ചിരുന്ന ഒരു പാവം രാജാവ്. നിങ്ങൾ ഏത് പാർട്ടിയിലാണ്? ജനമെന്ന പാർട്ടിയുടെ ആളാണ്. ജനം പറഞ്ഞ അങ്ങനത്തെ ഒരു പാർട്ടി ഞാൻ കിട്ടി. അതാണ് യഥാർത്ഥ പാർട്ടി. ഞാൻ ഭരിക്കുന്ന കാലത്ത് ആ ഒരൊറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ജനമെന്ന പാർട്ടിയാണ്. എന്തോ വീട് പാതാളത്തില്? നമ്മൾ എറണാകുളത്തുള്ള അല്ല, യഥാർത്ഥ ഭൂമിക്കടിയിലുള്ള പാതാളത്തിലോ? അതെ. അവിടെ മുഴുവൻ നമ്മുടെ വാസസ്ഥലമാണല്ലോ. അവിടെ എല്ലായിടത്തും നമ്മളുണ്ട്. ശരി. അപ്പൊ എന്റെ മാതിരി തന്നെ സ്ഥിരമായിട്ടൊരു സ്ഥലത്തില്ല. അങ്ങനെ തേരാവരം നടത്തുന്ന തന്നെയാണല്ലേ? അടിക്കില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്തപ്പ ഇവിടെ? ഞാനിവിടെ എല്ലാ വർഷവും ഓണം ഉണ്ടല്ലോ, ആ ഓണത്തിന് എന്റെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്നതാണ്. അയ്യോ സോറി മനസ്സിലായില്ലേ? നിങ്ങൾ മാവേലിയല്ലേ? മാവേലിയല്ലേ? അതെ. അതങ്ങൾ പെട്ടെന്ന് മറ്റേ പേര് മാറ്റിയതിനെ കൊണ്ടാ കുടുങ്ങി പോയത്. മഹാബലി എന്താ പറഞ്ഞത്? അതെന്റെ യഥാർത്ഥ പേരാണ് മാവേലി. ഇവിടെ അങ്ങനെ എല്ലാരും നിങ്ങൾ അങ്ങനെയാണല്ലോ അറിയാം. മഹാബലി. ഇവിടെയുള്ള നാട്ടൊക്കെ നിങ്ങളെ മാവേലി എന്ന് അറിയാം. മാവേലി അങ്ങനെ പറയും. പക്ഷേ നിങ്ങൾ ഇങ്ങനെയല്ല കേട്ടോ. ഇത് നിങ്ങളല്ല, ഇത് മൂപ്പരന്നെയല്ല. ഇത് മാവേലി. ഇത് നിങ്ങളൊന്നല്ല, ഇത് നിങ്ങൾ വേറെ ആരാണത്?
മാവേലി എന്നൊക്കെ പറഞ്ഞ കൊടവയറും വലിയ തടിയും കൊമ്പ മീശയൊക്കെ അങ്ങനത്തെ ഒരാളാണല്ലോ. അതൊക്കെ കോമഡി കാസ്റ്റുകാരും കച്ചവടക്കാരും ചേർന്ന് ഉണ്ടാക്കിയതല്ലേ. നാം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. ശരിക്കും ഒരു രാജ്യം ഭരിക്കുന്ന ഒരു യോദ്ധാവിന് ഒരിക്കലും കൊടവേർ വരില്ല. നമ്മുടെ ഈ കേരള നാട് ചുറ്റിക്കാണാൻ എല്ലാ വർഷവും ഞാൻ വരാറുള്ളതല്ലേ. അപ്പൊ ഓണത്തിന്റെ 10 ദിവസം ഞാൻ എന്റെ പ്രജകളെ കാണണം, കേരളമൊക്കെ ഒന്ന് കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ 10 ദിവസമാണ്, ഞാൻ ഒരു കൊല്ലം മൊത്തം തന്നെയാന്നേ ഉള്ളൂ ചുറ്റി സഞ്ചാരം. ചുറ്റി നടക്കാൻ ജോലിയായിട്ട് എനിക്ക് താല്പര്യമുള്ള കേസാണത്. പണിയൊന്നുമില്ലാണ് നടക്കണ, വെറുതെ നടക്കണ കേസ്. പക്ഷെ പണിയൊന്നും ഇല്ലെങ്കിലും നിൽക്കാൻ നേരില്ല. പോവാണ്. അതെന്താ? പണിയൊന്നും ഇല്ല, അതാണ്. ഇല്ലെങ്കിൽ നാം ഒരു പണി തരാം. എന്ത് പണി? ഈ കേരള നാട്ടിലെ നമുക്കറിയാത്ത ഇന്നത്തെ കഥകൾ നമുക്കൊന്ന് പറഞ്ഞു തന്നൂടെ? അവിടുത്തെ വാർത്തകളൊക്കെ ഇങ്ങ് എത്തിച്ചേരണം. അതെ, അതിന്റെ ആളാണ് ഞാൻ. ഏത്? അവിടുത്തെ കാര്യം ഇവിടെ പറയാം, ഇവിടുത്തെ കാര്യം അവിടെ പറയാ, കുറ്റം പറഞ്ഞ് കളിക്കുക. എങ്കിൽ നമുക്ക് നേരം കളയാതെ യാത്ര തിരിച്ചാലോ? യാത്രയാവാ ഇനി കണ്ട് പോവാ പറ്റി. അപ്പൊ നിങ്ങളുടെ വാഹനമോ? അതാണ് നോട്ടെ, അതിന്റെ ഉടമസ്ഥ കൊണ്ടിരിക്കോളൂ. അത് നിങ്ങളുടെ അല്ലേ? നിന്റെ അല്ലേ, വേറെ ആളാണ്. അച്ചങ്ങായി വന്നപ്പോ എല്ലാവർക്കും മേട്ടം കിട്ടും, മുതലാളിക്ക് കിട്ടും. പോയി ആർക്ക്? അല്ല, മാവേലി. പോവാ. ഒരു പരോപകാരിയാണല്ലോ. ഈ കോടം കിരുവന്ന് കണ്ടുപിടിക്കുന്നത്. മൊബൈലേ നിൻവരവാലേ, മൊബൈലേ മൊബൈലേ മൊബൈലിൽ വിളി പതിവാലേ, മൊബൈലേ 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 നിൻവരവാലേ, മൊബൈലിൽ 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 വിളി പതിവാലേ, മൊബൈലിൽ മൊബൈലിൽ പണമാകെ ചോരുകയായി വന്നല്ലോ മുട്ടൻ വില്ല്, പണമാകെ തീരുകയായി തന്നല്ലോ മുട്ടൻ വില്ല്. മൊബൈലേ നിൻവരവാലേ, മൊബൈലേ നിൻ ചതിയാലേ, മൊബൈലേ നിൻവരവാലേ, മൊബൈലേ നിൻ ചതിയാലേ, മൊബൈലേ മൊബൈലേ മൊബൈലേ. മടിയിൽ തിരുകി വരുന്നടാ, പറ അറിയാത്തോനും പറ വിളിയടാ, മുനിയാണ്ടി പറപ്പാണ്ടി അമ്മ നാടാകെ തെണ്ടി നടക്കും പാട്ടിക്കും മൊബൈലടാ, പാടി സരസം വയ്ക്കും കൊള്ളാനായി മൊബൈലടാ, തീർന്ന കളവന്മാർക്കും പണമാകെ ചോരുകയായി വന്നല്ലോ മുട്ടൻ വില്ല്, പണമാകെ തീരുകയായി തന്നല്ലോ മുട്ടൻ വില്ല്. മൊബൈലേ നിൻവരവാലേ, മൊബൈലേ നിൻ ചതിയാലേ, മൊബൈലേ നിൻവരവാലേ, മൊബൈലേ നിൻ ചതിയാലേ, മൊബൈലേ മൊബൈലേ മൊബൈലേ. സമരം 150 രൂപ. 150 രൂപ ഓട്ടം വന്ന ഇങ്ങോട്ട് ഓട്ടം വന്ന് മുന്നോട്ട് 150 രൂപ മേടിക്കാൻ. എന്നോട് 150 രൂപ മേടിക്കാം. നിനക്ക് എന്തിനാ 150 രൂപ? എടീ ഓട്ടോസ് കാശ് കൊടുക്കാനാണ്. ഓട്ടോസ് കാശ് കൊടുക്കാനാ? നിനക്ക് എന്താ പരിപാടി? ഞാൻ ഇന്ന് കാലത്ത് തുടങ്ങി. ഞാൻ രാജുവിനോടും വിജയനോടും സുരേഷിനോടൊക്കെ കാശ് അന്വേഷിച്ചിരുന്നു 150 രൂപ വേണ്ടി. എല്ലാവരും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ അവരോട് ഇവരോടൊക്കെ പോയി ചോദിക്കുന്നത്? നിനക്ക് എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ പറയത്തില്ലായിരുന്നു ഇല്ലെന്ന്. അതെ ശരി, അത് 150 രൂപ. എന്തിനാണ് നിനക്ക് 150 രൂപ? 150 നീ അത്യാവശ്യം എന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് വെള്ളം അടിക്കാനുള്ള കാശ് അല്ല, നിനക്ക് വെള്ളം അടിക്കാനുള്ള അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ ഇങ്ങനെ വെള്ളം അടിച്ചിറക്കരുത്. നീ എന്തിനാ വെള്ളം അടിക്കുന്നത്? എന്റെ ദുഃഖം മറക്കാനടാ. ദുഃഖം മറക്കാം. എന്ത് ദുഃഖം? വെള്ളം അടിക്കാൻ കാശില്ല നല്ല ദുഃഖം. നീ 150 രൂപ എനിക്ക്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ എന്തുമാത്രം തൊഴിലാളാണ്, എന്തുമാത്രം തൊഴിലാളാണ്. നിനക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ചോദിച്ചോ, ഒരു ബിസിനസ് ചെയ്ത് ചോദിച്ചോ. ബിസിനസ് തുടങ്ങിയല്ലേ? ബിസിനസ് തുടങ്ങിയ അറിഞ്ഞില്ലപ്പാ? ഞാൻ ജ്വല്ലറി തുടങ്ങി. ജ്വല്ലറിയാ? 150 രൂപ. എവിടെ ജ്വല്ലറി? എവിടെ തുടങ്ങി? ജ്വല്ലറി ആലുവല്. ആലുവ? ആലുവ അറിയോ നീ? അയ്യോ, ഒരു 150 രൂപ. നീ ആലുവൽ എവിടെയാന്ന് പറഞ്ഞു? ആലുവല് ആ CSI ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ. ഗ്രൗണ്ട് ഫ്ലോർ
അവിടെ 150 രൂപ. അവിടെ എവിടാന്ന് പറഞ്ഞു? അവിടെ ആ മൂന്നാമത്തെ കട താഴെ. മൂന്നാമത്തെ കട എന്ന് പറയുന്നത് ഒരു തുണിക്കടയല്ല. അതെ, അതിന്റെ അടുത്ത് തന്നെയാണ്. മറ്റേ റിലയൻസിന്റെ ഓഫീസല്ലേ? റിലയൻസിന്റെ ഓഫീസിന്റെ ലെഫ്റ്റിലെ കട. ലെഫ്റ്റിലെ കട എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലേ? ആ മെഡിക്കൽ ഷോപ്പിൽ 150 രൂപ. എടാ നീ അവിടെ എവിടാന്ന് പറ, സത്യം പറ. ആ മെഡിക്കൽ ഷോപ്പില്ലേ അതിന്റെ റൈറ്റിലെ കട. റൈറ്റ് കട എന്ന് പറഞ്ഞ ചെരുപ്പ് കടയല്ലടാ. 150 രൂപ. നിനക്ക് എവിടെ കട എന്ന് പറഞ്ഞ? ആ ചെരുപ്പ് കട ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു ആക്രിക്കടയല്ലേ? അതില്ലേ ഇരുമ്പാട്, അതിന് നേരെ ഓപ്പോസിറ്റ്. അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ നേരത്തെ പറഞ്ഞ കടയല്ലേ? നീ ഒരു 150 രൂപ. കട എന്ന് പറഞ്ഞ സത്യം പറഞ്ഞു. നീ ഒരു 150 രൂപ വരാൻ പറ്റുമോ? എന്റെ കട എവിടെ? ആ കട ചെന്നാൽ ഞാനൊരു സത്യം പറയാം, കട ആലുവലല്ല. അല്ല, കട ഇവിടെ പൂക്കാരമുക്കിൽ എറണാകുളത്ത്. പൂക്കാരമുക്കിൽ ഒരു 150 രൂപ വരാം. പൂക്കാരമുക്ക് അറിയോ? പിന്നെ ബന്ധുക്കളല്ലേ പൂക്കാരമുക്കില് 150 രൂപ വരാൻ പറ്റും. നിനക്ക് പൂക്കാരമുക്കില് ആ നിരക്കെട്ടില്ല, റോഡിന്റെ സൈഡിൽ നിരക്കെട്ടില്ലേ, അതിന് നേരെ ലെഫ്റ്റിലാ. ലെഫ്റ്റിൽ ഇപ്പുറത്തെ കടയുടെ ആ ബിൽഡിംഗ് ഇല്ലേ, അതൊരു ചെറിയ പലചരക്കടയല്ലേ? ആ പലചരക്കടയില്ലേ, 150 രൂപ. ആ പലചരക്കടയില്ലേ, ആ പലചരക്കട നേരെ സൈഡിൽ കാണുന്ന കട. അതല്ലേ പറഞ്ഞ കടയില്ല, കട ഇട്ടാലില്ല എറണാകുളത്ത്. ഒരു കടയുണ്ടെങ്കിൽ ഞാൻ പണ്ടേ ചൊല്ലറി തുടങ്ങൂലേ.